എന്തെങ്കിലും മേയറെ പോയി കാണണമെന്ന് നേരിട്ട് കണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വ്യക്തമായി ബോധ്യപ്പെടുത്തണമെന്നും മറ്റോ തോന്നിയിട്ടുണ്ടോ? എനിക്കിനി ബോധ്യപ്പെടുത്താം. ഒരിക്കൽ ബോധ്യപ്പെടുത്തിയതിൻ്റെ ക്ഷീണമാണ് അനുഭവിക്കുന്നത്. ഇനി ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അവർ പറയും അവരെ കയറി പിടിക്കാൻ ചെന്നെന്ന് പറയും. എന്തിനാണ് ചുമ്മാ അടുത്ത കേസും കൂടെ പറയുന്നത്? നമ്മളൊന്നും ചെയ്യാതെ കേൾക്കുന്നത്. അപ്പോൾ പോയി ചെന്ന് കയറി കൊടുത്തിട്ട് അവസാനം അവിടെ ചെന്ന് കയറുമ്പോഴത്തേക്ക് അവർ പറയണേ ഇത്രയും പറഞ്ഞവർക്ക് എന്തുകൊണ്ടും ഒരു തുണി വലിച്ചു കീറിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടോ ഇവ എന്നെ കയറി പിടിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ മീഡിയാസ് പോലും എനിക്കെതിരായിട്ട് അവർക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയുള്ളൂ. അതാണ് ഇപ്പം രാഹുൽ ഈശ്വരും മറ്റേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അവസ്ഥകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെരി കെയർഫുള്ളായിട്ടാണ് പോകുന്നത്. അതായത് മേയർ വ്യക്തിവൈരാഗ്യം കാണിക്കുന്നു എന്നുള്ളതിന്റെ അതാണ് പച്ചയായിട്ടുള്ള സത്യം. അതാണ് വ്യക്തിവൈരാഗ്യം. അതെന്താണ് അങ്ങനെ കാണിക്കാനുണ്ടായ സാഹചര്യം ആണെന്നുള്ള സമ്മതിക്കാത്തതുകൊണ്ടാണ്. എനിക്ക് മനസ്സിലായില്ല. രാത്രി നൈറ്റ് ഓട്ടവും കഴിഞ്ഞ് ഉറക്കവും കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഉറക്കത്തിന്റെ ക്ഷീണത്തിൽ വരുമ്പോഴത്തേക്ക് ഇപ്പം എൻ്റെ അച്ഛൻ വന്ന് ഫ്രണ്ട് ചെയ്യുന്നാൽ പോലും നമുക്കറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്രയും കണ്ണിൽ ഉറക്കം വന്നാൽ നമ്മൾ എത്രയും പെട്ടെന്ന് എത്തണം, ഡിപ്പോയെ കൊണ്ടുവന്ന് വണ്ടി ഇടണം, ഡ്യൂട്ടി ഡയറി കൊടുക്കുക, തിരിച്ചു വരിക, വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങുക, അടുത്ത ദിവസം ഡ്യൂട്ടി. അതാണ് എൻ്റെ ദിനചര്യ എന്ന് പറയുന്നത്. അതിനിടയ്ക്ക് പത്രം വായിക്കാൻ ഈ മേയറെ തിരുവനന്തപുരംകാരായിട്ട് അറിഞ്ഞൂടെ എന്ന് പല ആൾക്കാർക്ക് അറിയത്തില്ല. അറിയണമെന്ന് നിർബന്ധമില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഈ മേയറിനെ അറിഞ്ഞെന്നോ അല്ലെങ്കിൽ മന്ത്രിമാരെ അറിഞ്ഞെന്നോ പറഞ്ഞാൽ നമ്മൾ ജോലി ചെയ്താലേ നമുക്ക് ശമ്പളമുള്ളൂ. അല്ലാതെ നമ്മൾ ഈ മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ വേറെ വല്ല മന്ത്രിമാരെ അറിഞ്ഞിരുന്നാൽ നമുക്ക് ജോലി ചെയ്യാതെ ശമ്പളം തരുമാരെങ്കിലും. നമ്മൾ അധ്വാനിച്ച് കഴിഞ്ഞാൽ നമുക്ക് ശമ്പളം കിട്ടും. പിന്നെ ബഹുമാനിക്കാനുള്ളവർ ബഹുമാനിക്കണം. ഗീവ് ആൻഡ് ടേക്ക് എന്നല്ലേ. ഇങ്ങോട്ട് കിട്ടിയാലല്ലേ അങ്ങോട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഇങ്ങോട്ട് മോശമായിട്ട് സംസാരിച്ചാൽ അങ്ങോട്ടും അതേപോലെ തന്നെയാണ്. മെമ്മറി കാർഡ് മോഷണം പോയതിൽ വ്യക്തമായിട്ടുള്ള ഗൂഢാലോചന ഉണ്ട് എന്നുള്ള കാര്യം നല്ല രീതിയിലുള്ള ഗൂഢാലോചന താഴ്ത്തട്ട തൊട്ട് മേളറ്റം വരെ ഗൂഢാലോചന നടന്നതാണ്. പക്ഷെ അതൊന്നും പോലീസ് അന്വേഷിക്കുന്നില്ല. ഇപ്പം ഞാനായിട്ട് മെമ്മറി കാർഡ് എടുത്തുകൊണ്ട് പോവുകയും എൻ്റെ ഭാഗത്തൊന്നും വല്ല തെറ്റും ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴേ ഞാൻ ഇപ്പം അകത്ത് ഇടുന്നേനെ. എന്നെ ചിന്തിക്കാമെന്നുള്ളതേ ഉള്ളൂ. എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ വീഴ്ച വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എനിക്ക് ഇനി മുന്നോട്ട് പോകുമ്പോൾ ഈ കേസ് വിജയിച്ചാലും അടുത്ത ഏതെങ്കിലും ഒരു കേസ് വരെ എന്നെ കുരുക്കും. എന്നുവെച്ചാൽ ഇവർക്ക് ആ ക്ഷീണം സംഭവിച്ചത് അവർക്ക് അത് നികത്തണം. പാർട്ടി സിസ്റ്റത്തിൽ ഞാൻ പഠിച്ചിട്ടുള്ള കോളേജിലൊക്കെ പഠിച്ചിട്ടുള്ളത് പാർട്ടി സിസ്റ്റത്തിലും വിദ്യാർത്ഥി ആവശ്യത്തിലും അതായത് SFIയിലായിരുന്നു. അപ്പം പല ആൾക്കാരും പറയുന്നു SFIയിലുണ്ടായിരുന്നു, SFI പ്രവർത്തകനായിരുന്നു എല്ലാം. എന്നുവെച്ചാൽ എല്ലാത്തിനും മുൻപന്തിയിൽ ഞാനുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാതെ ഞാനിത് പണ്ട് മുതലേ കൊണ്ടു കിടക്കുകയാണ്. CIT യൂണിയൻ്റെ ആട്ടോ ടാക്സി CIT യൂണിയൻ്റെയാണ്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ 2000 ഡേറ്റ് ഉണ്ട്, 2010 ഇവിടെ എഴുതിയിട്ടുണ്ട്. 2010 CIT യൂണിയൻ ചാല, ഇവിടുത്തെ ചാലയിലെ. അപ്പോൾ അതാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് പറയുമ്പോൾ ഇത് കളയാതെ എൻ്റെ കയ്യിലിരുന്നത് എൻ്റെ നല്ല കാലം. ഇവരാരെങ്കിലും പിന്നീട് സഹായിക്കാനോ ഇവരിൽ നിന്ന് എന്തെങ്കിലും സഹായം തേടാനോ തേടാൻ ശ്രമിച്ചിട്ടുമില്ല. ഞാൻ അങ്ങനെ ഈ ഗണേഷ് കുമാറിൻ്റെ സാറിൻ്റെ അടുത്ത് സഹായം തേടിയായിരുന്നു. പരാതി കൊടുക്കാൻ പറഞ്ഞു, പരാതി കൊടുത്തു. ഒരെണ്ണക്കവും എന്തായാലും മേയർ പാരിവാരങ്ങളും ജോലി ചെയ്യല്ലേ, അവർ പ്രതികളായിട്ട് പോലും. അപ്പം ഞാൻ അതിൽ പ്രതിയാണോ അല്ലേ എന്നുള്ളത് തെളിഞ്ഞിട്ടില്ല. അത് ആംഗ്യം കാണിച്ചിട്ടുണ്ടെന്ന് ഇവർക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആംഗ്യം കാണിച്ചിട്ടുണ്ടെന്ന് ഇവരും ആരോപിക്കുന്നതല്ലാതെ ഞാൻ ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ എന്തുകൊണ്ടും എനിക്ക് ജോലി നിഷേധിക്കപ്പെടുകയും അവർ ജോലി ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സിസ്റ്റം. പൊതുജനം കഴുതകളെന്ന് ഇവരെ വരുത്തി തീർത്തുകൊണ്ടിരിക്കുകയാണ്. മേയറുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യങ്ങൾ അത് ഉരുത്തിരിഞ്ഞു വന്നല്ലോ. അപ്പോൾ ഈ മേയറുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഭീഷണിക്കോ മറ്റോ യദുവിനോട് തയ്യാറായോ, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മോശം അനുഭവം യദുവിനുണ്ടായോ? അവരെ ഭാഗത്തുനിന്ന് മോശം അനുഭവം എന്ന് വെച്ചാൽ ഇവരെ ആൾക്കാർ ഈ സൈബർ ആക്രമണം നല്ല രീതിയിലുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്. പീഡന വീരനെ അല്ലെങ്കിൽ BJPക്കാരൻ എന്നും പറഞ്ഞുകൊണ്ട് ഇവനെ സപ്പോർട്ട് ചെയ്യാൻ നിൻ്റെ വീട്ടിൽ കൊണ്ടു നിർത്തി പല ആൾക്കാരും കമൻറ്റുകൾ ഞാൻ വായിക്കാറുണ്ട്. പീഡന വീരൻ, ഇവൻ 2017 പീഡന കഥയൊക്കെ ഇവന് 2017 കേസുണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാ സ്റ്റേഷനിലും എനിക്ക് കേസുണ്ടാകുന്ന വിവരാവകാശം വെച്ചിട്ടുണ്ട്. അതിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. ഈ പറഞ്ഞ ആൾക്കാരുടെ പേരിലും കേസ് എടുക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഈ ഒരു കേസ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ. എന്നിട്ട് നമുക്ക് ഇപ്പോൾ സ്ത്രീയൊക്കെ മാത്രമാണ് മാനവും നാണവും ഒക്കെ ഉള്ളത്. ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പുരുഷനും സ്ത്രീക്കും ഒരേ തുല്യ അവകാശം എന്നാണ് പറയുന്നത്. നാളെ എനിക്കെതിരെയും നിങ്ങൾക്കെതിരെയും ഒക്കെ പുരുഷന്മാരായിരുന്നാൽ
ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നു വല്ല സ്ത്രീ വല്ല ആയിരുന്നാൽ മതിയെന്ന് ഇപ്പോൾ ആലോചിക്കുന്നു. എന്ന് വെച്ചാൽ ഫുൾ സുരക്ഷയില്ലേ, അവരെന്ത് തോന്നിയ ദിവസം കാണിച്ചാലും ആർക്കൊന്നും പറയാനും പാടില്ല, ചെയ്യാനും പാടില്ല. SFI പ്രവർത്തകനായിരുന്നു, CA2വിൻ്റെ പശ്ചാത്തലം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നീട് അതിനുശേഷം BJPയിലെ BMSലേക്കോ പോയോ? ഒന്നിലുമില്ല, ഒരു പാർട്ടിയിലും ഇല്ല, ഒരു പാർട്ടിയിലും ഇല്ല. എനിക്ക് എൻ്റെ ഫാമിലിയൊക്കെ ഏകദേശം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും കോൺഗ്രസ്സിലൊക്കെ ഉള്ള ആൾക്കാരാണ്. എനിക്ക് വേണമെങ്കിൽ കോൺഗ്രസ്സിൽ പോവാം, ഞാൻ ഇതുവരെയ്ക്കും പോയിട്ടില്ല. ഇനി പോകണമെന്നുള്ള ചിന്തിക്കണം. എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയം ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. KSRTC അല്ലാതെ മറ്റൊരു വരുമാന മാർഗം ഇല്ല അല്ലേ? എല്ലാ വരുമാന മാർഗം എന്നാണ് ഞാൻ പറഞ്ഞില്ലേ, അച്ഛൻ്റെ തയ്യൽ മിഷൻ്റെ ആ ഒരു ജോലിയിൽ അച്ഛനെ ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് വലിയ പണി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് അറിയാം, ചെറുതായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അച്ഛന് വയ്യാത്ത കണ്ണ് ഓപ്പറേഷൻ ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ ഞാൻ ഇടയ്ക്ക് എന്നെ കൊണ്ട് കഴിവിൻ്റെ പരമാവധി ചെറിയായിട്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്യും. അല്ലാതെ ഇങ്ങനെയാണ് ഇപ്പോൾ ഇവർ പല ആൾക്കാരും എൻ്റെ കൊച്ചിനെ കൊന്നുകളയുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം. പിന്നെ സൈബർ ഭീഷണി അത് വലിയ തോതിൽ നേരിട്ടില്ല പോലെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. സൈബർ അറ്റാക്ക് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും ഉണ്ട്. അത് നോക്കുമ്പോഴത്തേക്ക് പോരാളി ഷാജി എന്നൊക്കെ പറഞ്ഞാണ് ഇത് കിടക്കുന്ന പേരുകൾ. CPM സൈബർ ഹാൻഡിലുകൾ ആയിരിക്കും. എന്നുവെച്ചാൽ കൊടിയിലെ ഇതും CPM എന്നൊക്കെ വെച്ചേക്കണ കാണുമ്പോൾ നമുക്കറിയാമല്ലോ. ഫോട്ടോ ചിലതിൽ ഫോട്ടോ പോലും കാണൂല, പച്ചയ്ക്ക് ചീത്തയാണ് വിളിക്കുന്നത്, പച്ചയ്ക്ക്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.